सबको हिंदी दिवस के इस शुभ अवसर पर मेरा नमस्कार. നമ്മൾക്കറിയാം ഇന്ന് സെപ്റ്റംബർ 14 ഹിന്ദി ദിനം. എന്തുകൊണ്ടാണ് നമ്മൾ സെപ്റ്റംബർ 14 ഹിന്ദി ദിനം ആയി ആചരിക്കുന്നത് എന്ന് അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 1949 സെപ്റ്റംബർ മാസം 14 തീയതി നമ്മുടെ ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായിട്ടും അതേപോലെ ദേവനാഗരി ലിപിയെ ഔദ്യോഗിക ലിപിയായിട്ടും അംഗീകരിച്ച വർഷമാണ്. അത് 1950 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ഒരുപാട് നമ്മുടെ മഹത് നേതാക്കന്മാരുടെ, ഹിന്ദി സ്നേഹികളുടെ, ഭാഷാ സ്നേഹികളുടെ ശ്രമഫലമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 343 ആയിക്കൊണ്ട് നമ്മുടെ ഹിന്ദി ഭാഷയെ എഴുതി ചേർക്കുകയും ചെയ്തു. ഏത് ദേവനാഗരി ലിപി ഔദ്യോഗിക ലിപിയായിട്ടും ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ടും. അപ്പം ഭരണഭാഷ എന്നുള്ള ഒരു പ്രാതിനിധ്യവും നമുക്ക് അതിൽ നിന്ന് കിട്ടി. അതോടൊപ്പം 1953 മുതലാണ് നമ്മൾ ഹിന്ദി ദിനാചരണമായി സെപ്റ്റംബർ 14 നമ്മൾ ഹിന്ദി ദിനമായിട്ട് ആഘോഷിച്ചു തുടങ്ങിയത്. ബിയോഹർ രാജേന്ദ്ര ഗുപ്തയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 14. അദ്ദേഹം ഒരു ഹിന്ദി ഭാഷാസ്നേഹിയും ഹിന്ദി ഭാഷാ വിദഗ്ധനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ആണ് നമ്മൾ ഹിന്ദി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അത് 1953 സെപ്റ്റംബർ 14 തൊട്ട് ഓരോ വർഷം നമ്മൾ നടത്തുന്നത് അതിൻ്റെ മേന്മ ഒന്നുകൂടി വിളിച്ചോതിക്കൊണ്ടാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തോ അതുപോലെ അയൽ രാജ്യത്തും നമ്മുടെ നാട്ടിലുള്ളവർ പുറം രാജ്യത്ത് പോകുന്ന സമയത്തും അവർക്ക് സമ്പർക്ക ഭാഷയായിട്ട് അല്ലെങ്കിൽ ആശയവിനിമയത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹിന്ദി ഭാഷയാണ്. എന്തിനേറെ പറയുന്നു, ഒരു രസകരമായ ഒരു കാര്യവും കൂടി, കേരളത്തിലെ മാതൃഭാഷ മലയാളമാണെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി തുടങ്ങിയത് മുതൽ അവരുമായിട്ടുള്ള ആശയവിനിമയത്തിൽ രണ്ടാം ഭാഷയായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദിയാണ്. അതും അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം ആശയവിനിമയം നടക്കണമെങ്കിൽ, അവരുമായിട്ട് ആശയവിനിമയം നടക്കണമെങ്കിൽ കുറച്ചൊക്കെ ഹിന്ദി കൂടിയേ തീരുള്ളൂ. അപ്പം അതൊരു അതിൻ്റെ എന്താ പറയുക, ആ പ്രാധാന്യത്തെ ഒന്നുകൂടി വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദി ഭാഷ നമ്മുടെ രാഷ്ട്രഭാഷയാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ മാതൃഭാഷ ആയി ഉപയോഗിക്കുന്നത് ഹിന്ദിയാണ്. ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ 11ഓളം സംസ്ഥാനങ്ങളിൽ ഹിന്ദി മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളോട് ഒരു അഭ്യർത്ഥന പ്രത്യേകമുള്ളത്, ഹിന്ദി നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു വിഷയമാണ്. അതെനിക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഞാൻ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, അങ്ങനെയുള്ളൊരു മനസ്ഥിതി വെച്ച് ഹിന്ദി ഭാഷയെ നമ്മൾ ഒരിക്കലും സമീപിക്കരുത്. വളരെ എളുപ്പമാണ്. നമ്മൾ പറയല്ലോ, ഈ നാടൻ ഭാഷയിൽ നെല്ലിക്കയെക്കുറിച്ച് കയ്ക്കും പുളിക്കും പിന്നെ മുതിർക്കും എന്ന് പറഞ്ഞാൽ ആദ്യം കയ്പും പുളിയും ഒക്കെ തോന്നും, എനിക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ എനിക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ അതിനോടൊന്ന് നമ്മളൊന്ന് ഒരു ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനും കഴിയും. ആ ഭാഷ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അത് ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചാൽ, അതിലൊരു അല്പം ഗ്രാമർ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളോ വന്നാലും കുഴപ്പമില്ല. അത് പിന്നെ അത് ശരിയായി നല്ല ഒരു സംസാര ശൈലിയിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഹിന്ദി ഭാഷ നമ്മുടെ ഭരണഭാഷയാണ്, അതേപോലെ രാഷ്ട്രഭാഷയാണ്. നമ്മുടെ ഭരണഘടനയിൽ ഔദ്യോഗിക ഭാഷയായി എഴുതി ചേർക്കപ്പെട്ട ഒരു ഭാഷയാണ്. ഒട്ടും അതിൻ്റെ മേന്മയ്ക്ക് ഒരു കുറവുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഷയാണ് അത്. ഹിന്ദി നിങ്ങൾക്കറിയാലോ, ഹിന്ദി ദേവനാഗരി ലിപി ആണ്. ആ ദേവനാഗരി ലിപി അംഗീകരിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഔദ്യോഗിക ഭാഷ എന്നുള്ള നിലയിൽ. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഹിന്ദിക്ക് നമ്മൾ ഒരു പരമപ്രധാനമായ ഒരു സ്ഥാനം നൽകണം. കൂടുതൽ എന്നേക്കാളുപരി നമുക്ക് ഇവിടെ സംസാരിക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ ഏതാനും കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇവിടെ നിങ്ങളെ ബോധിപ്പിക്കാൻ സമയമുള്ളൂ. ആയതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയെ പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. അതോടൊപ്പം ഈ ഹിന്ദി ദിന പരിപാടി നമ്മുടെ AKKR ബോയ്സ് ഹൈസ്കൂൾ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ, ചമത്കാർ എന്നു പേരുള്ള നമ്മുടെ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി നിങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട എൻ്റെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ പരിപാടി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നതിന് അത് വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും നിങ്ങൾ ശ്രവിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. അപ്പം ഈ പരിപാടി ഹിന്ദി ദിനാചരണം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ മുഹമ്മദ് അബ്ബാസ് സാർ അവർകളാണ്. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും നമുക്കാവശ്യമുള്ള നിർദ്ദേശങ്ങൾ ഇനി മേലിലും വളരെ സന്തോഷത്തോടെ നമുക്ക് നൽകും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട AKKR ബോയ്സ് ഹൈസ്കൂൾ HM PK അനിൽ സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി ഹിന്ദി ക്ലബിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വളരെ സന്തോഷപ്രദമായിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് മുഖ്യാതിഥിയായി ലഭിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ രേഖ ആർ നായരാണ്. മാഡം SCERT ഹിന്ദിയിൽ മുൻ റിസർച്ച് ഓഫീസർ ആണ്. ഇപ്പോൾ സബ് എഡിറ്റർ ഗ്രേഡ് ഫസ്റ്റ് ആയിട്ട് എൻസൈക്ലോപീഡിയ പദവിയും വഹിക്കുന്നുണ്ട്. രേഖ മാഡത്തെ നമ്മൾ ഈ പരിപാടിക്ക് ആദ്യം നമ്മൾ വളരെ ഹാർദവമായി നമ്മൾ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷകരമായിട്ടാണ് നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ള വാക്ക് തന്നത്. അതോടൊപ്പം നമ്മുടെ സ്കൂളിലെ ഹിന്ദി ഭാഷയുടെ പുരോഗതിക്കും അതേപോലെ അഡീഷണൽ ഹിന്ദി എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് നിലനിർത്തി മുന്നോട്ട് പോകാനും അതിന് ഔദ്യോഗിക തലങ്ങളിലും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കുറച്ച് മുൻകാലത്തെ നമുക്ക് നൽകി തന്ന ഒരു മാഡമാണ് അദ്ദേഹം.
അതുകൊണ്ട് AKKR ബോയ്സ് ഹൈസ്കൂളിൽ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മുഖ്യാതിഥി എന്നുള്ള നിലയിൽ ഈ പരിപാടിയിലേക്ക് മാഡത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യും. നമുക്ക് ആശംസകൾ നേരുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജർ AK രഞ്ജിത്ത് സാർ അവർ ആണ്. അദ്ദേഹം നമ്മുടെ സ്കൂളിലെ അക്കാദമിക് തലത്തിലെ എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് നൽകുകയും നമുക്ക് പ്രചോദനം തരുന്നതിൽ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ആളുമാണ്. ആയതുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ആശംസകൾ നേരുന്നതിന് വേണ്ടി ഹാർദവമായി ക്ഷണിക്കുന്നു. അടുത്തതായി നമുക്ക് ആശംസകൾ നേരാനെത്തുന്നത് ഈ സ്കൂളിലെ മുൻ ഹിന്ദി അധ്യാപകനും ഞങ്ങളുടെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നതുമായ ഞങ്ങളെ എന്നും ബഹുമാനിക്കുന്ന വ്യക്തിയുമായ AK നാരായണൻകുട്ടി മാസ്റ്റർ അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്തു. അതോടൊപ്പം അടുത്തതായി നമുക്ക് ആശംസകൾ നേരുന്നത് ഈ സ്കൂളിലെ സീനിയർ അധ്യാപകനും ബയോളജി അധ്യാപകനുമായ U ശശികുമാർ സാർ അവറുകളാണ്. നമ്മുടെ ഏത് പരിപാടിയിലും നമുക്കൊരു പടി മുന്നിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സഹാധ്യാപകനാണ് ശശികുമാർ സാർ അവറുകൾ. അദ്ദേഹത്തെ സ്നേഹപുരസ്സരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകനും ഈ സ്കൂളിൽ കുറേ കാലം വർക്ക് ചെയ്യുകയും പിന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ മറ്റൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും ഈ സ്കൂളിൽ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഹിന്ദി ടീച്ചറാണ്. നമുക്കാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും അധ്യാപകർക്കും അതേപോലെ നമ്മുടെ കുട്ടികൾക്കും എപ്പോഴും ഒരു സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആശംസകൾ നേരുവാൻ വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നത് ഈ സ്കൂളിലെ ഹിന്ദി അധ്യാപകനും ഞങ്ങളുടെ സഹപ്രവർത്തകനും അക്കാദമിക് തലങ്ങളിലും മറ്റു പൊതുകാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുമായ NP ഷിജു മാസ്റ്റർ അവറുകളാണ്. ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഷിജു മാസ്റ്റർ അവറുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും അതേപോലെ എൻ്റെ സഹാധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട HM അവറുകളെ സഹർഷം സ്വാഗതം ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, AKKRലെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ഇന്ന് സെപ്റ്റംബർ 14 ഇന്ത്യ രാജ്യത്ത് ഈ ദിനം ഹിന്ദി ഭാഷയുടെ പ്രചരണാർത്ഥം നമ്മൾ ആഘോഷിക്കുന്ന ദിനമാണ്. ഇന്ന് ഈ ദിനാചരണം നടക്കുന്നത് AKKR ബോയ്സ് സ്കൂളിലെ ചമൽക്കാർ ഹിന്ദി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് എന്ന വസ്തുത ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. സ്കൂളിൻ്റെ ഹിന്ദി ദിന ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനും ബഹുമാന്യനുമായ DO ശ്രീ മുഹമ്മദ് അബ്ബാസ് NP അവറുകളാണ്. മുഖ്യാതിഥിയായി
ഡോക്ടർ രേഖ ആർ നായർ, മുൻ റിസർച്ച് ഓഫീസർ, SCERT ഹിന്ദി വിഭാഗം. ഇപ്പോൾ എൻസൈക്ലോപീഡിയയുടെ സബ് എഡിറ്ററായി ഗ്രേഡ് ഫസ്റ്റായി ഇവർ ജോലി നോക്കുകയാണ്. ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ സ്നേഹനിധിയായ ശ്രീ AK രഞ്ജിത്ത്, അതുപോലെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഏറെക്കാലത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ശ്രീ നാരായണൻകുട്ടി മാസ്റ്റർ, നമ്മുടെ സ്കൂളിലെ സീനിയർ അധ്യാപകൻ U ശശികുമാർ, TK പ്രദീപൻ മാസ്റ്റർ എന്നിവരാണ്. ഭാരതീയ ഭാഷകളിൽ ഏറെ പ്രധാനപ്പെട്ടതും ബഹുഭൂരിപക്ഷം ആളുകൾ സംസാരിക്കുന്നതുമായ ഒന്നാണ് ഹിന്ദി. ഈ ഹിന്ദി ഭാഷ നമ്മുടെ ഔദ്യോഗിക ഭാഷയായി കഴിഞ്ഞിട്ട് ഏറെ നാളുകളായി. 1953 സെപ്റ്റംബർ 14 മുതൽ നമ്മൾ ഹിന്ദി ഭാഷ ദിനാചരണമായി ഇന്നത്തെ ദിവസത്തെ കണക്കാക്കി പോരുന്നു. ഇന്നത്തെ നമ്മുടെ ദിനാചരണത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ കലാ സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കാനെത്തിയ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ എന്ന നിലയിൽ അഭിവാദ്യവും അഭിനന്ദനവും ഞാൻ അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഹിന്ദി ദിനാചരണം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ DO മുഹമ്മദ് അബ്ബാസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, AKKR ബോയ്സ് ഹൈസ്കൂൾ ചേളന്നൂരിൻ്റെ ചമത്കാർ ഹിന്ദി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഹിന്ദി ദിനം ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗത ഭാഷണം നടത്തിയ ശ്രീ രാജൻ മാസ്റ്റർ, യോഗാധ്യക്ഷൻ ഹെഡ്മാസ്റ്റർ ശ്രീ അനിൽകുമാർ സർ, മുഖ്യാതിഥി ഡോക്ടർ രേഖ ആർ നായർ, ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന മാനേജർ ശ്രീ AK രഞ്ജീഷ്, ശ്രീ നാരായണൻകുട്ടി മാസ്റ്റർ, ശ്രീ ശശികുമാർ മാസ്റ്റർ, ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ ഷിജു മാസ്റ്റർ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, കുട്ടികളെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദിയുടെ പ്രശസ്തി ആഘോഷിക്കുന്നതിനായി വർഷം തോറും സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ഹിന്ദി ദിവസ് എന്ന പേരിൽ ആചരിച്ചു വരികയാണ്. 1949 സെപ്റ്റംബർ 14 ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായും ദേവനാഗരിയെ ഔദ്യോഗിക ലിപിയായും ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചത്. 22 ഷെഡ്യൂൾഡ് ഭാഷകളിൽ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. 25 കോടിയിലധികം ആളുകൾ നേരിട്ട് ഉപയോഗിക്കുന്ന ഹിന്ദി ഭാഷ ഉപയോഗത്തിൻ്റെ സ്ഥാനം നോക്കുമ്പോൾ ലോകത്ത് 4ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു ഏകീകരണ സ്വഭാവം, ഒരൗദ്യോഗിക ഭാഷ എന്നതിൽ ഇന്ത്യയെ ഒന്നിപ്പിച്ച് നിൽക്കുന്നതിൽ വലിയൊരു പങ്കാണ് നമ്മുടെ ഹിന്ദി ഭാഷ വഹിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ
ഭൂരിപക്ഷവും ഹിന്ദി സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളം, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഹിന്ദിക്ക് വേണ്ടത്ര ഒരു പ്രചാരം ലഭിക്കാത്ത, സംസാരിക്കാനൊക്കെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തു പോയാൽ, എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ഡൽഹി സന്ദർശിച്ച അവസരത്തിലൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിച്ചപ്പോൾ അത് വേണ്ടത്ര ആളുകൾ വശമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് അവിടെ അനുഭവപ്പെട്ടത്. ഹിന്ദി അറിയില്ലേ അല്ലെങ്കിൽ ഉറുദു അറിയില്ലേ എന്നുള്ള മറുചോദ്യത്തെയാണ് ഹോട്ടലിലും മറ്റുമായിട്ട് നമുക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ യാത്രയിൽ പരിചയപ്പെട്ട ഒരു മാന്യത എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദി അറിയാതെ പിന്നെ നിങ്ങളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്ന്. ആ ചോദ്യത്തിന് വളരെ അർത്ഥമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് മാറി ഉത്തരേന്ത്യയിലൊക്കെ എത്തിപ്പെടുമ്പം നമുക്ക് ഹോട്ടലുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കയറി വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കണമെങ്കിൽ ഹിന്ദി അറിയണം. അതല്ലാതെ മറ്റൊരു ഭാഷയെ സംസാരിച്ചാലും നമ്മൾ രക്ഷപ്പെടാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ്. അപ്പോൾ ഹിന്ദി ഇനി വിദേശ രാജ്യങ്ങളിലാണെങ്കിലും നമ്മുടെ ഗൾഫിലൊക്കെ പോവുകയാണെങ്കിലും അവിടെ ഹിന്ദി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. അപ്പം ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഹിന്ദിയുടെ പ്രാധാന്യത്തെ നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളണമെന്നത് സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. അവിടെ മനോഹരമായ ഭാഷയാണ് ഹിന്ദി. വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ കഴിയുന്ന ഭാഷയുമാണ്. അപ്പം അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ജീവിച്ച് അവരുടെ ഇടയിലുള്ള വീടുകളിലൊക്കെ ജോലിക്കൊക്കെ വരുന്ന സമയത്ത് അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹിന്ദി മനസ്സിലാകും. എളുപ്പത്തിൽ ഹിന്ദി മനസ്സിലാക്കാനും സംസാരിക്കാനും കഴിയുമെന്നതിൻ്റെ തെളിവാണ് സൈനിക സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ നാടുകളിലുള്ള ഒന്നും ഹിന്ദിയിൽ പ്രാഥമികമായ അറിവുകൾ നേടിയിട്ടില്ലെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ ഹിന്ദി വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ആളുകളായി മാറും. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാനമായ ഹിന്ദി നമ്മൾ ഓരോരുത്തരും സ്വായത്തമാക്കേണ്ടതാണ്. അതുകൊണ്ട് ഹിന്ദി പഠിക്കുന്ന കാര്യത്തിൽ ഒരു വിമുഖതയും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളോട് അറിയിക്കുകയാണ്. ഏതായാലും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ ആഘോഷം അതർഹിക്കത്തക്ക രീതിയിൽ ഏറ്റവും മഹത്തമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ചമത്കാർ ഹിന്ദി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഹിന്ദി ദിനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഡോക്ടർ രേഖ ആർ നായർ, മുൻ റിസർച്ച് ഓഫീസർ SCRTയിൽ, അവിടെ ഹിന്ദി വിഭാഗത്തിൽ അവർ ജോലി ചെയ്തിരുന്നു. മാഡം ഇപ്പോൾ എൻസൈക്ലോപീഡിയ വിഭാഗത്തിൽ സബ് എഡിറ്റർ ഫസ്റ്റ് എയ്ഡായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. AKKR ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സമീപ പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഇവിടെ അഡീഷണൽ ഹിന്ദി ഏറെ പിള്ളേർ പഠിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് മാഡത്തിൻ്റെ ഒരുപാട് സഹായങ്ങൾ സ്കൂളിലെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ രേഖ ആർ നായരെ മുഖ്യ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ AKKR ബോയ്സ് HS ചേളന്നൂരിലെ ഹെഡ് മാസ്റ്റർ, ഹിന്ദി ദിനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ആരാധ്യനായ DEO, ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ, പ്രിയ ഹിന്ദി അധ്യാപക സുഹൃത്തുക്കളെ, മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഹിന്ദി ദിനവുമായി ബന്ധപ്പെട്ട് അതിഥികൾക്കും AKKR ബോയ്സ് HS ചേളന്നൂരിലെ കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേരുന്നു.
ഹിന്ദി ദിനത്തിൽ ഹിന്ദിയിൽ സംസാരിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിലും സ്കൂളിലെ കൊച്ചുമക്കൾക്കായി 2 വാക്ക് മലയാളത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ ദിനത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെയാണ് ഹിന്ദി ദിനത്തിന്. ചെറുപ്പകാലം മുതൽ നമ്മൾ കേട്ടുപഠിക്കുകയാണ് ഹിന്ദി ഹമാരി രാഷ്ട്രഭാഷ ഹെ. ഒരർത്ഥത്തിൽ ഇത് ശരിയാണ്. എന്നാൽ രാഷ്ട്രഭാഷകളിൽ ഒന്ന് മാത്രമാണ് ഹിന്ദി. ഹിന്ദി ഹമാരി രാഷ്ട്രഭാഷാവുമേ ഏക് ഹെ. പിന്നെ എന്താണ് ഹിന്ദിയുടെ പ്രത്യേകത? ഹിന്ദി ഹമാരി രാജ്ഭാഷ ഹെ. രാജ്ഭാഷ കാ മത്ലബ് ഹെ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷ. ഇനി എന്തിനാണ് സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിക്കുന്നത് എന്നതാണ്. 1949 സെപ്റ്റംബർ 14 ഭരണഘടനാ അസംബ്ലിയിൽ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിൻ്റെ മൂല്യത്തെ വർദ്ധിപ്പിക്കുന്നതിനുമായി 1953 മുതൽ സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിക്കപ്പെടുന്നു. അതിനാൽ എൻ്റെ കൊച്ചു മക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ ഹിന്ദി പഠിക്കുമ്പോൾ ഹിന്ദിയിൽ തന്നെ ചിന്തിക്കുക, പഠിക്കുക, പറയാൻ ശ്രമിക്കുക, എഴുതുക. ചുറ്റുപാടുകൾ ഹിന്ദിയാൽ മുഖരിതമാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആശയവിനിമയത്തിന് ഹിന്ദി പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഇനി 2 വാക്ക് ഹിന്ദിയിൽ. हर साल 14 सितंबर को हिंदी दिवस मनाया जाता है. हम जानते हैं भारत के 70% से ज्यादा लोग हिंदी भाषा को समझते और बोलते हैं. हमारे केरल में भी आजकल बहुत सारे उत्तर भारत के लोग रहते हैं. अतः आपस में संपर्क रखने के लिए हिंदी जानना बहुत जरूरी है. वैश्विक स्तर पर भी हिंदी भाषा और संस्कृति अपनी छाप छोड़ी है. हिंदी तो विश्व भर में सबसे ज्यादा बोली जाने वाली दूसरी भाषा बन गई है. ऐसे हिंदी का गौरव आज पूरी दुनिया में बढ़ रहा है. 14 सितंबर इसलिए विशेष महत्व रखता है. हिंदी एक ऐसी भाषा है जो संपूर्ण भारत को एक सूत्र में बांधते हैं. हिंदी तो केवल एक भाषा नहीं, हमारी पहचान है. तो हिंदी दिवस के इस अवसर पर हिंदी बोलें, हिंदी सीखें और हिंदी सिखाएं. जय हिंद, जय हिंदी. धन्यवाद. ആശംസ അർപ്പിക്കാൻ AKKR സ്കൂളിലെ പ്രിയങ്കരനായ മാനേജർ രഞ്ജിഷ് അവർകളെ സവിനയം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജായ ഹിന്ദി പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്ത്യയൊട്ടാകെ ഹിന്ദി ഡേ ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ AKKR ബോയ്സ് ഹൈസ്കൂളിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിന് മാനേജ്മെൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾക്കെല്ലാവർക്കും തന്നെ ഹിന്ദി വായിക്കുവാനും എഴുതുവാനുമുള്ള കഴിവുകൾ ഉണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽറ്റി സംസാരിക്കുമ്പോഴുള്ള ഒരു ഡിഫിക്കൽറ്റിയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പലപ്പോഴും തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടി നമ്മുടെ ഇടയിലെല്ലാം ഉണ്ട്. ഇത് ഓവർകം ചെയ്യാൻ കഴിയുന്നത്ര ഹിന്ദി സംസാരിക്കുവാൻ ശ്രമിക്കുക. തെറ്റിപ്പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു തന്നെ സംസാരിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ തന്നെ ഗ്രാജ്വലി നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളും, AKKR ബോയ്സിലെ എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഇതിനുവേണ്ടി ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കോഴിക്കോട് DO മുഹമ്മദ് അബ്ബാസ് അവർകൾക്കും നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയ SCRT ഹിന്ദി വിഭാഗം മുൻ റിസർച്ച് ഓഫീസർ ഡോക്ടർ രേഖ R നായർക്കും മാനേജ്മെൻറ്റിൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അതേപോലെ ഈ പ്രോഗ്രാമിന് വേണ്ടി നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി എല്ലാ എഫേർട്ടും എടുത്ത AKKR ബോയ്സ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപകർക്കും മറ്റധ്യാപകർക്കും HMനും ഞാൻ എൻ്റെ നന്ദിയും ആശംസയും അറിയിക്കുന്നു. एक और बार ഹിന്ദി സബ്കോ ഹിന്ദി ദിവസ് കാ ശുഭകാമനായി നിർത്തുന്നു. AKKR ബോയ്സ് ഹൈസ്കൂളിൻ്റെ
ചിന്തി വിഭാഗം തലവനായിരുന്ന ശ്രീ നാരായണൻകുട്ടി മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ. 14 सितंबर हिंदी दिन के रूप में मनाया जा रहा है. हिंदी हमारी राष्ट्रभाषा है. इस अवसर पर मेरी हार्दिक बधाइयाँ. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് ശ്രീ യു ശശികുമാർ അവരുകളെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മക്കൾ വ്യക്തി, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, നാം ഇന്ന് സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിക്കുകയാണ്. 1949 സെപ്റ്റംബർ 14 ആയിരുന്നു ഹിന്ദി ഭാഷ നമ്മുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ട ദിവസം. ഈ ദിവസമായിട്ടാണ് നാം എല്ലാ വർഷവും ആചരിക്കുന്നത്. ഹിന്ദി ദിവസമായി, ഹിന്ദി ദിനമായി നാം സെപ്റ്റംബർ 14 1949 മുതൽ നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിക്കാൻ അതിന് പിന്നിൽ ധാരാളം പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആളായിരുന്നു, മഹൽ വ്യക്തിയായിരുന്നു ബഹാദൂർ രാജേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 50ാമത്തെ ജന്മദിനത്തിലാണ് രാഷ്ട്രം ഇത് ഹിന്ദി ഈ ഭാഷ ഹിന്ദി ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ട ദിവസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ യജ്ഞത്തിന് സഹായിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഹിന്ദി ഭാഷ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റണം എന്ന പ്രവർത്തനത്തിൽ, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളിയായിട്ടുള്ള നിരവധി ആളുകൾ, ഉദാഹരണമായിട്ട് മൈഥിലി ശരൺ ഗുപ്ത, അതുപോലെ സീത് ഗോവിന്ദ ദാസ് തുടങ്ങി അനേകം പേര് ഈ ഉദ്യമത്തിൽ ഇദ്ദേഹത്തോടൊപ്പം പങ്കാളി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 343 പ്രകാരമാണ് ഈ ഭാഷ, ഹിന്ദി ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ ഹിന്ദി ഭാഷയോട് കൂടി തന്നെ ഇംഗ്ലീഷും നമ്മുടെ ഔദ്യോഗിക ഭാഷ തന്നെയാണ്. അപ്പോൾ ഹിന്ദിയുടെ മഹത്വം നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ്. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഭാഷ ഹിന്ദി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹിന്ദി അറിയുന്നില്ലെങ്കിൽ, ഇംഗ്ലീഷ് അറിയുന്നേക്കാൾ കൂടുതൽ ഹിന്ദി അറിയുന്ന വ്യക്തിക്ക് മാത്രമേ അവിടെ ആശയവിനിമയം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും വലുതാണ്. അപ്പോൾ ഈ ഭാഷ ദേവനാഗരി ലിപിയിലാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അതേപോലെ അനേകം പ്രസിദ്ധീകരണങ്ങൾ ഈ ഭാഷയിൽ ഇന്ന് ലോകമെമ്പാടും ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പല പ്രസിദ്ധീകരണങ്ങൾ. അതുപോലെ ഹിന്ദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദി സിനിമ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒരു ഭാഷ ആണ് ഹിന്ദി. അതേപോലെ തന്നെ ഹിന്ദി സിനിമ ബോളിവുഡിലൊക്കെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം വളരെ ലോകപ്രസിദ്ധരായ പല ഹിന്ദി നടന്മാരും നടിമാരും ഒക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ സംഭാവനയായിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസം നാം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഏതെങ്കിലും ഒരു ഹിന്ദി പ്രസിദ്ധീകരണം നാം വായിക്കുകയും അതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ സാധാരണക്കാരിലേക്ക് ഈ ഭാഷ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലൊക്കെ തന്നെ, നമ്മുടെ സംസ്ഥാനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും അതേപോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഹിന്ദി ഭാഷയ്ക്ക് സംസ്ഥാനത്തിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നത് വളരെയധികം ദുഃഖാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിനെ ഏകീകരിക്കുവാൻ വേണ്ടി, നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഈ ഭാഷ രാഷ്ട്രഭാഷ എന്ന രീതിയിൽ നാം ഹിന്ദി ഭാഷയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും വേണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭാഷാ ദിനമായിട്ട്, ഈ ഹിന്ദി ഭാഷാ ദിനമായിട്ട് നാം ആചരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ സ്കൂളിൽ നിരവധി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കവിതാരചന, കഥാരചന,
അതേപോലെ തന്നെ മറ്റ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക തുടങ്ങിയുള്ള പല മത്സരങ്ങളും നടക്കുന്നുണ്ട്. ഇതിലെല്ലാ വിദ്യാർത്ഥികളും അവരുടെ കഴിവ് ഈ മേഖലയിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതാണ് വിഷയം, ചിലപ്പോൾ കവിതാ രചനയായിരിക്കും, കഥാരചനയായിരിക്കും, അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള ആശയവിനിമയം ചെയ്യാനുള്ള പോസ്റ്റർ രചനയായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഈ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു സാഹിത്യ സൃഷ്ടിയിൽ നിങ്ങൾ പങ്കാളികളാവണം എന്നാണ് ഈ അവസരത്തിൽ കുട്ടികളായ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതലേറെ സംസാരിക്കുന്നില്ല. ഈ നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ഈ ഹിന്ദി ദിനം എന്ന ഈ ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ടി കെ പ്രദീപൻ മാസ്റ്റർ, AKK ബോയ്സ് സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ, അദ്ദേഹത്തെ ഇന്നത്തെ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. प्रिय दोस्तों, हम हिंदी दिवस के बारे में कुछ कहते हैं। हिंदी हमारी आन है, हिंदी हमारी शान है, हिंदी हमारी चेतना वाणी का शुभ वरदान है, हिंदी हमारी वर्तनी, हिंदी हमारा व्याकरण, हिंदी हमारी संस्कृति, हिंदी हमारा आचरण, हिंदी हमारी वेदना, हिंदी हमारा गान है, हिंदी हमारी आत्मा है, भावना का एहसास है, हिंदी हमारे देश की हर तोतली आवाज़ है, हिंदी हमारी अस्मिता, हिंदी हमारा मान है, हिंदी निराला प्रेमचंद की लेखनी का गान है, हिंदी में बच्चन, पंत, दिनकर का मधुर संगीत है, हिंदी में तुलसी, सूर, मीरा, जायसी की तान है, जब तक गगन में चांद सूरज की लगी बिंदी रहे, तब तक वतन की राष्ट्रभाषा ये अमर हिंदी रहे। हिंदी हमारी शब्द, स्वर, व्यंजन अमिट पहचान है, हिंदी हमारी चेतना वाणी का शुभ वरदान है। दोस्तों, पूरे छात्र को और अभिभावकों, अध्यापकों को मेरा हार्दिक शुभकामनाएं हिंदी दिन के बारे में। ഇനി നന്ദി പ്രകടനമാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ബോയ്സ് സ്കൂളിലെ പ്രിയങ്കരനായ ശ്രീ ഷിജു മാസ്റ്റർ അവരുകളെ സസ്നേഹം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. आज सितंबर 14 हिंदी दिन। भारत में कई भाषाएं हैं, लेकिन सरकारी राजकाज के लिए एक आधिकारिक भाषा होने की ज़रूरत है। करीब आधे लोग हिंदी ही बोलने वाले हैं और 11 राज्यों में हिंदी ही मातृभाषा है। इसलिए हमारे हिंदी को 1949 में सितंबर 14 को भारत के संविधान सभा ने हिंदी को രാജഭാഷ का पद दिया है. നമുക്കറിയാം, വിശാലമായ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഭരണഭാഷ എന്നുള്ള നിലയിൽ ഹിന്ദിയെ, കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്നുള്ള നിലയിൽ ഹിന്ദി ഭാഷയെ ഭരണഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1949 സെപ്റ്റംബർ 14 उसके साथ साथ 1953 में 14 सितंबर से राज्य भर हिंदी को राजभाषा का पद से मनाते हैं. इसके साथ साथ हमारे स्कूल भी कई प्रतियोगिताएं चल रहे हैं, बच्चे उसमें भाग लिया है. ये कार्यक्रम उद्घाटन करने के लिए हमारे कोഴിക്കോട് DO श्री NP मोहम्मद अब्बास सर उद्घाटन किए हैं और उसके साथ साथ उद्घाटन भाषण भी
किए हैं। स्कूल की ओर से और हिंदी क्लब की ओर से उनको मैं पहले धन्यवाद देता हूँ। ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് DO ശ്രീ മുഹമ്മദ് അബ്ബാസ് സാർക്ക് നമ്മുടെ സ്കൂളിൻ്റെ പേരിലും ഹിന്ദി ക്ലബിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിക്കുന്നു. और तिरुवनंतपुरम से आए हुए इस कार्यक्रम में भाग लिए SCRT से मुन रिसर्च ऑफिसर डॉक्टर रेखा आर नायर मुख्य भाषण के लिए हमारे निमंत्रण से हमको मिले हैं. बहुत खुशी है. हमारे स्कूल को पहले ही बहुत अधिक सहायता मिलने के लिए बहुत अधिक श्रम किए हैं. നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള തിരുവനന്തപുരം SCRTയിലെ മുൻ റിസർച്ച് ഓഫീസറായ ഡോക്ടർ രേഖ ആർ നായർ, അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ മുഖ്യ ഭാഷണം ചെയ്തതിന് നമ്മുടെ സ്കൂളിൻ്റെ പേരിലും ഈ ഹിന്ദി ക്ലബിൻ്റെ ചമത്കാർ ഹിന്ദി ക്ലബിൻ്റെ പേരിലും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ മാനേജർ പ്രതിനിധി ശ്രീ രഞ്ജിഷ് അവർകൾ, നമ്മോടൊപ്പം എല്ലാ പ്രവർത്തനത്തിലും വളരെയധികം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിനും ഈ സ്കൂളിൻ്റെ പേരിലും ചമത്കാർ ഹിന്ദി ക്ലബിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. हमारे मुन हिंदी अध्यापक श्री नारायण कुट्टी माश, उनको भी आशंसा भाषण करने से उनको भी धन्यवाद देता हूँ. और हमारे सीनियर अध्यापक शशि सर आशंसा भाषण दिए हैं, उनको भी मैं अपने ओर से और मैं स्कूल की ओर से धन्यवाद देता हूँ. हमारे अध्यक्ष भाषण किए गए अनिल सर, हमारे प्रधानाध्यापक, हिंदी की इस तरह के कार्यक्रम में भाग लिए, उनको भी मैं धन्यवाद देता हूँ. और हमारे प्रदीप सर, हिंदी अध्यापक हमारे स्कूल की, उनको भी मैं धन्यवाद देता हूँ. और राजन सर, सीनियर हिंदी अध्यापक, स्वागत भाषण किए हैं, उनको भी धन्यवाद देता हूँ. और मेरे प्यारे बच्चे और उनके अभिभावक, आदरणीय अध्यापक बंधुओं और हमारे ऑफिस के सभी सहकर्मियों, सबको मेरा और स्कूल की ओर से, हमारी चमत्कार हिंदी की ओर से धन्यवाद देता हूँ. सबको हिंदी शुभकामनाएं, हिंदी दिन की शुभकामनाएं. धन्यवाद. माननीय गुरुजनों और भाई बहनों को मेरा नमस्कार. आज हमारे भाषा का विषय है हिंदी पढ़ने की आवश्यकता है. हिंदी हमारा राष्ट्रभाषा है. हमारा देश आजाद होने पर 14 सितंबर के दिन हमारे संविधान ने देश के अधिकांश लोगों के भाषा, जन साधारण की भाषा, साहित्य संपन्न भाषा हिंदी को देश के राजभाषा यानी ऑफिशियल लैंग्वेज के रूप में घोषित किया गया था. आज हमारे देश में ही नहीं, दुनिया भर में हिंदी बोलने वालों को हम देख सकते हैं.
देखिए हमारे यह छोटा राज्य केरल अहिंद प्रदेश होने पर भी यहाँ अधिकांश मजदूर होने वाले भी है। इसलिए प्यारे दोस्तों, आज हमारे यहाँ हम जैसे बालों को, बच्चों को लेकर सारे घर वालों को भी हिंदी सीखने की आवश्यकता हो गए है। अंत हिंदी भाषा की उन्नति एवं विकास के लिए एकता के साथ कर्मनिरत होने विद्यार्थियों का कर्तव्य है। इसलिए इस शुभ अवसर पर हम एक साथ प्रतिज्ञा लेने हैं, हमारे देश के लिए, राष्ट्रभाषा के लिए, राज्य भाषा के लिए हम सदैव प्रतिज्ञा करते रहेंगे। जय हिंद, जय हिंदी, जय राष्ट्रभाषा। धन्यवाद। सबको हिंदी दिवस की शुभकामनाएं। हिंदी भाषा के इतिहास बहुत पुराने हैं। भारत एक विशाल देश है। यहाँ अनेक भाषा बोले जाते हैं। इनमें से एक प्रमुख भाषा है हिंदी। भारत के 11 राज्यों को राज्य भाषा ही है हिंदी। संविधान को अनुसार कोई भी भाषा भारत की राष्ट्रभाषा नहीं है। जय हिंदी, जय हिंद। धन्यवाद। प्यारी प्यारी अम्मा मेरी मीठे मीठे गीत सुनाती, ताजा ताजा दूध पिलाती, तरह तरह का खाना देती, मेरी सारी बातें सुनती, अच्छी अच्छी सीखें देती, संग सुनाती, सुबह जगाती, कितनी प्यारी अम्मा मेरी। धन्यवाद। मेरा नाम मोहम्मद अदनान। मैं हिंदी दिवस का अवसर पर आपका अभिनंदन करती हूँ। मैं हिंदी दिवस पर एक कविता सुना रही हूँ। जन जन की भाषा है हिंदी, भारत की आशा है हिंदी, जिसने पूरे देश को है जोड़ा वो मजबूत धागा है हिंदी। सरल शब्दों में कहा जाए तो जीवन की परिभाषा है हिंदी, भारत माँ की आशा है हिंदी। हिंदुस्तान का मान है हिंदी, वाणी का वरदान है हिंदी, हम सबका आधार है हिंदी। सरल शब्दों में कहा जाए तो हर भारतीय की पहचान है हिंदी। धन्यवाद। नमस्कार, सबको हिंदी दिवस की शुभकामनाएं। भारत एक विशाल देश है, उनमें अनेक भाषाएं बोली जाती है। इनमें एक प्रमुख भाषा है हिंदी। 14 सितंबर 1950 में हिंदी भाषा के राज्य भाषा का दर्जा मिला। इस दिन का मुख्य उद्देश्य हिंदी भाषा का प्रचार और प्रसार बढ़ाकर उसका विकास करना है। हिंदी भाषा की लिपि देवनागरी है। भारत की भाषाओं में हिंदी का स्थान प्रमुख है। भारत के अलावा नेपाल, पाकिस्तान, दक्षिण अफ्रीका, अरब आदि अनेक देशों की जनता भी हिंदी बोलती है। भारत के 11 राज्यों की राज्य भाषा ही है हिंदी। सबको हिंदी दिवस की शुभकामनाएं। हिंदी दिवस हर साल 14 सितंबर को मनाया जाता है। हिंदी भाषा हमारे राष्ट्रीय भाषा है। हिंदी भाषा भारत की संस्कृति को दर्शाती है। हिंदी दिवस मनाने का यह भी एक कारण है कि हिंदी भाषा के प्रति लोगों को जागरूक किया जा सके। हिंदी दिवस विद्यालय, कॉलेज और दफ्तर में भी मनाया जाता है। इस दिन भारत के राष्ट्रपति उन लोगों को
पुरस्कार देकर सम्मानित करते हैं जिन्होंने हिंदी भाषा के क्षेत्र में कोई सफलता प्राप्त किया हो। इस दिन विद्यालय और कॉलेजों में भी भाषा के प्रतियोगिताएं आयोजित किया जाते हैं। हमें हिंदी भाषा पर गर्व होना चाहिए क्योंकि आज पूरे विश्व में सबसे ज़्यादा बोले जाने वाली भाषाओं में से एक हिंदी है। धन्यवाद।